ഹായ് ഹലോ വെൽക്കം ടു മാനസീസ് മാത്സ് സൊല്യൂഷൻ. നമ്മൾ ടോപ്പോളജിയിൽ എന്താണ് സ്പേസസ് സെപ്പറേഷൻ ഏസിയംസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇൻ ദാറ്റ് നമ്മൾ റെഗുലർ സ്പേസസ് വരെ ഡിഫൈൻ ചെയ്തു. നമ്മൾ അടുത്ത ലെവലിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ രണ്ട് പോയിൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇപ്പോൾ രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ മറ്റേതിനെ കണ്ടെയ്ൻ ചെയ്യാത്ത രീതിയിൽ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ടി നോട്ട് സ്പേസ് എന്ന് പറഞ്ഞു. രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ സെറ്റ്സ് ഏത് രണ്ട് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ട് ഓപ്പൺ സെറ്റ്സ് യുവും വിയും ഉണ്ടെങ്കിൽ നമ്മളിതിനെ T1 സ്പേസ് എന്ന് പറഞ്ഞു. ഏത് രണ്ട് സ്പേസ് എടുത്താലും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ T2 സ്പേസ് എന്ന് പറഞ്ഞു. ഇനി എന്തായിരുന്നു? ഒരു പോയിൻറ്റും എനി ക്ലോസ്ഡ് സെറ്റ് സിയും എടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ T3 സ്പേസ് എന്ന് പറഞ്ഞു, വിച്ച് മീൻസ് റെഗുലർ സ്പേസ്. ഇനി നമ്മൾ അടുത്ത സ്പേസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല പ്ലസ് T1 കൂടി ആവണം. T1 പ്ലസ് ദിസ് കണ്ടീഷനാണ് T3 സ്പേസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു T1 സ്പേസ് കൺസിഡർ ചെയ്യുക, സം T1 സ്പേസ് എക്സ്. അപ്പോൾ ആ ഒരു T1 സ്പേസിൽ ഏത് ക്ലോസ്ഡ് സെറ്റ് എ ബി കൺസിഡർ ചെയ്താലും ഫോർ എനി ക്ലോസ്ഡ് സെറ്റ് എ ബി, if there exist disjoint open sets U and V such that A contained in U, B contained in V, then that T1 space is called as normal space. അപ്പോൾ നോർമൽ സ്പേസിൽ എന്താണ്? നമ്മൾക്ക് ഡിസ്ജോയിൻ്റ് പോയിൻ്റ് ഏതെങ്കിലും രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഡിസ്ജോയിൻ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ആയിരിക്കണം. എങ്കിലല്ലേ നമ്മൾക്ക് ഈ കണ്ടീഷൻ ശരിയാവത്തുള്ളൂ. So, for any two disjoint closed sets A and B, if there exist two disjoint open sets U and V such that A contained in U and B contained in V, so any T1 space which satisfies this condition is called as normal space. So, നമുക്ക് actual definition ഒന്ന് എഴുതി നോക്കാം. Normal space or what? Normal space or T4 space. When we say that a space X is T4 space or normal space, a T1 space X is a T4 space or normal space provided that for each pair of disjoint, each pair A B of disjoint closed sets in X, there exist disjoint open sets U and V such that A is contained in U and B is contained in V. This T1 space is called as normal space or T4 space. Any T4 space or any normal space is a regular space. നമ്മൾ ഏത് നോർമൽ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അത് റെഗുലർ സ്പേസും ആയിരിക്കും. കാരണം സപ്പോസ് എക്സ് ഈസ് എ നോർമൽ സ്പേസ്. അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ നമ്മൾക്ക് എന്താണ്? എക്സ് T1 സ്പേസും ആയിരിക്കും. അപ്പോൾ ഇനി ആ കണ്ടീഷൻ കൂടി റെഗുലർ ആവാനുള്ള ആ ഒരു കണ്ടീഷൻ കൂടി ഇനി ചെക്ക് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നോർമൽ ആയതുകൊണ്ട് ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എ ബി എടുത്തു കഴിഞ്ഞാലും
there exist disjoint open sets UV such that A contained in U and B contained in V ആണ്. ഓക്കെ, സോ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എക്സ് T1 സ്പേസ് ആയതുകൊണ്ട് സിംഗിൾട്ടൺസ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, നോട്ട് ദ പോയിന്റ്. T1 സ്പേസിൽ എല്ലാ ഫൈനൈറ്റ് സെറ്റ്സുകളും ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് സിംഗിൾട്ടൺ സെറ്റ്സും ക്ലോസ്ഡ് ആണ്. അപ്പം ഞാൻ എക്സിൽ നിന്നൊരു പോയിന്റ് ചൂസ് ചെയ്തു. സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ് ആണ് വിത്ത് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ്. നമുക്ക് റെഗുലർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? T1 പ്ലസ് എന്തായിരുന്നു വേണ്ടത്? ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഏത് ക്ലോസ്ഡ് സെറ്റ് സി എടുത്താലും ഇതിന് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാൻ ആർബിട്രേറ്റഡ് പോയിന്റ് എടുത്തു, ആർബിട്രേറ്റഡ് ക്ലോസ്ഡ് സെറ്റ് കൺസിഡർ ചെയ്തു. ആൻഡ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് എന്നല്ലേ, എ ഡസ് നോട്ട് ബിലോങ്സ് ടു സി. ഓക്കെ, നൗ സിംഗിൾട്ടൺസ് എല്ലാം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിംഗിൾട്ടൺ എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റാണ്, ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ് ആണ്. എന്തുകൊണ്ടാണ്? എക്സ് T1 ആയതുകൊണ്ട്. സോ സിംഗിൾട്ടൺ എയും എ എന്ന് പറയുന്നത് സിയിലില്ലല്ലോ, അതുകൊണ്ട് തന്നെ സിംഗിൾട്ടൺ എ ആൻഡ് സി ആർ ടു ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ്. ക്ലോസ്ഡ് സെറ്റ്സ്. അപ്പോൾ ഇത് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ഇൻ ദ നോർമൽ സ്പേസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് ടു ഓപ്പൺ സെറ്റ്സ് U and V such that singleton A is contained in U, C is contained in V and U intersection V is equal to 5. ഞാൻ ഡിസ്ജോയിൻ്റ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് U intersection V equal to 5 എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഡിസ്ജോയിൻ്റ് എന്ന കണ്ടീഷൻ മിസ്സാവരുത്. സോ സിംഗിൾട്ടൺ എ കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് വെച്ചാൽ എന്താണ്? A belongs to U, A belongs to U, C contained in V and U intersection V is equal to 5. So for any point A and for any closed set C does not contain A, there exist open sets U and V such that A belongs to U, C contained in V and U intersection V is equal to 5. അപ്പോൾ എക്സ് T1 സ്പേസ് ആണ്, ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈസ് എ റെഗുലർ സ്പേസ്. So every normal spaces are regular space also. Okay, അപ്പോൾ നമ്മൾ നോർമൽ സ്പേസ് എന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു ഡെഫിനിഷൻ. ആൻഡ് ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യവും നമ്മളൊന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് എ റിസൾട്ട്, തിയറം 8.6. ആക്ച്വലി ദിസ് ഈസ് എ ഡയറക്റ്റ്. ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഈ റിസൾട്ടിൻ്റെ പ്രൂഫ് നമ്മൾ റെഗുലർ സ്പേസിൽ പ്രൂവ് ചെയ്തിരിക്കുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ് വരിക. നത്തിങ് ഡിഫറൻസ് ഇൻ ദാറ്റ്. അവിടെ ഒരു പോയിന്റ് ഒരു ക്ലോസ്ഡ് സെറ്റിനും പറഞ്ഞ കാര്യം ഇവിടെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്, ആ പോയിന്റ് എഴുതിയിരിക്കുന്ന പൊസിഷനിൽ ഒരു ക്ലോസ്ഡ് സെറ്റ് എ ആൻഡ് ബി കൊടുത്താൽ മതി എന്നേ ഉള്ളൂ. ഒരു പോയിന്റും ഒരു ക്ലോസ്ഡ് സെറ്റും എടുത്ത പൊസിഷനിലെല്ലാം ക്ലോസ്ഡ് സെറ്റ് എയും ക്ലോസ്ഡ് സെറ്റ് ബിയും ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രൂഫ് സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ് വരുന്നത്. സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ T1 സ്പേസ് എക്സ് ഈസ് നോർമൽ if and only if for each closed subset A of X and open set U containing A, there is an open set W such that W containing A whose closure is contained in U. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പേസ് നോർമൽ ആവാനുള്ളൊരു T1 സ്പേസ് നോർമൽ ആവാനുള്ളൊരു ക്യാരക്ടറൈസേഷൻ. സോ എ T1 സ്പേസ് എക്സിസ്റ്റ് നോർമൽ if and only if
for any closed set A, for any closed set A, for any closed set A in X, and for any open set U in X with A contained in U, corresponding to this pair of sets, A is closed and U is the open set containing A. There exists an open set W such that A contained in W and W closure contained in what? U. ഇതാണ് ഒരു T1 സ്പേസ് നോർമൽ ആവാനുള്ള കണ്ടീഷൻ. And this is the proof of this result is equivalent to the result in theorem 8.3. അവിടെ എന്ത് മാത്രം ചെയ്താൽ മതി, ഒരു പോയിന്റ് എയും ഒരു ക്ലോസ്ഡ് സെറ്റ് സി അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്ക് പകരം ക്ലോസ്ഡ് സെറ്റ് എ എന്നും സിക്ക് പകരം ക്ലോസ്ഡ് സെറ്റ് ബി എന്നും കൊടുത്തേച്ചാൽ മതി. പ്രൂഫ് ഒന്ന് ജസ്റ്റ് നോക്കുക, ദെൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. സോ നെക്സ്റ്റ് റിസൾട്ടും ഇതുപോലെ തന്നെയാണ് വരുന്നത്. തിയറം 8.7 നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൂഫ് നിങ്ങൾക്ക് സിമിലർ ആയിട്ടാണ് വരുന്നത്. 8.3യും 8.4ലും വരുന്ന അതേ പ്രൂഫ് തന്നെയാണ് 8.6ലും 8.7ലും വരുന്നത്. ജസ്റ്റ് ചെറിയൊരു ചേഞ്ച്, ഒരു പോയിൻ്റ് എഴുതുന്നിടത്ത് ഒരു ക്ലോസർ സെറ്റ് കൊടുക്കണമെന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സോ തിയറം 8.7, a T1 space X is normal if and only if for each pair A B of disjoint closed sets in X, there exist open sets U and V such that there exist open sets U and V such that A contained in U, B contained in V, and U closure intersection V closure is equal to 5. This result is also a characterization for a T1 space X to be a normal space. So from the statement we can say that a T1 space X is normal if and only if for any pair of disjoint closed sets A B in X, there we can find an open set. There exist open sets U and V such that A contained in U, B contained in V, and U closure intersection V closure is equal to 5. So proof ഈ ഒരു റിസൾട്ടിൻ്റെ പ്രൂഫ് തിയറം 8.4ൻ്റെ പ്രൂഫിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ നോട്ട് ഷെയർ ചെയ്യുന്നതാണ്, ഈ ഒരു പ്രൂഫിൻ്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്സ് എല്ലാം എക്സ്പ്ലനേഷനൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. നൗ നെക്സ്റ്റ് റിസൾട്ട്, ഇതും നമ്മൾക്ക് ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു റിസൾട്ടാണ്. ഞാൻ അതുകൊണ്ട് ഇതും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെയുള്ള ആ പ്രൂഫ് ഡയറക്റ്റ് എടുത്ത് എഴുതാനുള്ളതേ ഉള്ളൂ. എവറി കോമ്പാക്ട് Hausdorff space is normal. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് കോമ്പാക്ട് ഹൗസ്ഡോർഫ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ ആയിരിക്കും. ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് തന്നെയാണ് തിയറം 6.5 വരുന്നത്. 6.5ലും ആൻഡ് അതിൻ്റെ കൊറോളറിയിലായിട്ട് വരുന്നത്. ഈ തിയറത്തിൻ്റെ കൊറോളറി തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾക്ക് വരുന്നത്. സോ നമ്മൾക്ക് എന്താണ് ഈ നോർമൽ സ്പേസ് എന്ന ഒരു ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് ഫോർ എനി കോമ്പാക്ട് ഹൗസ്ഡോർഫ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് നോർമലിൻ്റെ ആ ഡെഫിനിഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോർമൽ ആവാനുള്ള സ്പേസ് നോർമൽ ആവാനുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ആ പ്രൂഫ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സോ നമ്മൾക്ക് എന്താണ് എവറി കോമ്പാക്ട് ഹൗസ്ഡോർഫ് സ്പേസ് ഈസ് നോർമൽ. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു സ്പേസ് നോർമൽ ആവാനുള്ള
3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഡെഫിനിഷൻ എന്താണ്, T1 സ്പേസും ആയിരിക്കുക. പിന്നെ എന്താണ്, ഏത് 2 ക്ലോസ്ഡ് സെറ്റ്സ് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് AB എടുത്തു കഴിഞ്ഞാലും എനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലൊരു ഓപ്പൺ സെറ്റും ബീനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലൊരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇത് U ഇൻ്റർസെക്ഷൻ V is equal to 5. അതായത് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇത് നമുക്ക് ഡെഫിനേഷനാണ്. നെക്സ്റ്റിൽ വരുന്നത് ഫോർ ഒരു T1 സ്പേസും ആയിരിക്കണം. പിന്നെ എന്താണ്, ഏതൊരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ക്ലോസ്ഡ് സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും there exists an open set W such that A contained in W and W closure contained in U. ഇതായിരുന്നു നമ്മൾക്ക് സെക്കൻഡ് റിസൾട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പേസസ് എല്ലാം നോർമൽ ആയിരിക്കും. ഇനി ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ സ്റ്റേറ്റ് ചെയ്തത് അതിനു മുന്നേ തിയറം 8.7 എന്താണ്, T1 സ്പേസും ആയിരിക്കണം. പിന്നെ എന്താണ്, ഏത് 2 ക്ലോസ്ഡ് സെറ്റ്സ് AB എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഓപ്പൺ സെറ്റ്സ് UV എക്സിസ്റ്റ് ചെയ്യുക വിത്ത് A കണ്ടെയ്ൻഡ് ഇൻ U, B കണ്ടെയ്ൻഡ് ഇൻ V വിത്ത് എന്താണ് കണ്ടീഷൻ, U ക്ലോഷർ ഇൻ്റർസെക്ഷൻ V ക്ലോഷർ ഈക്വൽ ടു 5 ആവുക. ഇനി തൊട്ട് മുന്നത്തെ റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്താണ്, എവറി കോമ്പാക്റ്റ് അതായത് കോമ്പാക്റ്റ് ഹൗസ്ഡോർഫ് സ്പേസ് ആയാൽ തന്നെ അത് നോർമൽ ആയിരിക്കും. കോമ്പാക്റ്റ് ഹൗസ്ഡോർഫ് സ്പേസ്, കോമ്പാക്റ്റ് ഹൗസ്ഡോർഫ് സ്പേസസ് എല്ലാം നോർമൽ സ്പേസസ് ആയിരിക്കും. കോമ്പാക്റ്റ് പ്ലസ് ഹൗസ്ഡോർഫ്. എന്താണ് ഈ കോമ്പാക്ട്നെസ്? ഇപ്പോൾ ഒരു സ്പേസ് എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ആ എക്സിൻ്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കോമ്പാക്റ്റ് സ്പേസ് എന്ന് പറയും. ഹൗസ്ഡോർഫ് സ്പേസ് നമ്മളുടെ T2 സ്പേസ് തന്നെ. അപ്പോൾ കോമ്പാക്റ്റും ഹൗസ്ഡോർഫും ആയിട്ടുള്ള സ്പേസ് എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഓൾവേസ് നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 കേസിൽ വന്നു കഴിഞ്ഞാൽ ഈ 4 കണ്ടീഷനിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്താലും ആ സ്പേസസ് എല്ലാം നോർമൽ ആയിരിക്കും. അഗെയിൻ നമ്മൾ എന്താണ് ഒരു സ്പേസ് നോർമൽ ആവാനുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ തിയറം 8.9 ദിസ് ഇസ് എ ലിറ്റിൽ ലെങ്തി ആണ്. അപ്പോൾ തിയറം 8.9 നമ്മൾ എന്താണെന്ന് വെച്ചാൽ എവറി regular Lin law of space is normal. എന്താണ്, റെഗുലറും ഗ്ലിൻ ലോഫും ആയിട്ടുള്ള സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്തായിരിക്കും, നോർമൽ ആയിരിക്കും. സോ എവറി ലിൻ ലോഫ് റെഗുലർ സ്പേസസ് ആർ നോർമൽ. എന്തായിരുന്നു ഈ ലിൻ ലോഫ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെങ്കിൽ നമ്മൾ കോമ്പാക്റ്റ് എന്ന് പറയും. അപ്പോൾ ആ സ്പേസിൻ്റെ എല്ലാ ഓപ്പൺ കവറിനും കൗണ്ടബിൾ സബ് കവർ ഉണ്ടെങ്കിൽ എന്താണ്, കൗണ്ടബിൾ, ഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റും ആവാം കൗണ്ടബിളി ഇൻഫൈനൈറ്റും ആവാം. അപ്പോൾ ജസ്റ്റ് കൗണ്ടബിൾ സബ് കവർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് എന്ത് പറയാം, അതിനെ ലിൻ ലോഫ് സ്പേസ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് X is a regular Lin lof space. അപ്പോൾ നമ്മൾക്ക് എക്സ് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ T1 ആണെന്നും ദെൻ എന്താണ് നോർമലിൻ്റെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എക്സ് റെഗുലർ ആയതുകൊണ്ട് ഹിയർ എക്സ് ഈസ് എ T1 space. So X is a T1 space. Now we need to prove that for any disjoint closed sets, for any disjoint closed sets A, B in X, there exists disjoint open sets U and V such that A contained in U and B contained in V. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ.
അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യുക, എക്സ് റെഗുലർ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് എ ആൻഡ് ബി ആർ ടു, ലെറ്റ് എ ആൻഡ് ബി ആർ ടു disjoint closed sets in X. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആണ് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട്, ആൻഡ് ബി ക്ലോസ്ഡ് സെറ്റും ആണ്. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി 5 ആയതുകൊണ്ട് ബി ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ, സോറി നമുക്ക് എ എടുക്കാം, എ ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ എക്സ് മൈനസ് ബി ആയിരിക്കും, ആൻഡ് ബി ക്ലോസ്ഡ് ആയതുകൊണ്ട് എക്സ് മൈനസ് ബി ഓപ്പണും ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ എക്സ് റെഗുലർ സ്പേസ് ആണ്. ഇപ്പോൾ റെഗുലർ സ്പേസിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഗുലർ സ്പേസിലുള്ള ഏതൊരു പോയിന്റ് എ ചൂസ് ചെയ്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ സെറ്റ് യു ചൂസ് ചെയ്താലും ദർ എക്സിസ്റ്റ് ഇൻ ഓപ്പൺ സെറ്റ് ഡബ്ല്യു സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ഡബ്ല്യു ആൻഡ് ഡബ്ല്യു ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ യു. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ബൈ യൂസിങ് ദിസ് പ്രോപ്പർട്ടി ഞാൻ ഈ ഒരു ക്ലോസ്ഡ് സെറ്റ് എയിൽ നിന്ന് ഏത് പോയിന്റ് എ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റാണ് എക്സ് മൈനസ് ബി എന്ന് പറയുന്നത്. സോ ബൈ യൂസിങ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്ക് എന്താണ്, ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ സെറ്റ്. ഐ എം ഡിനോട്ടിങ് ഇറ്റ് ബൈ ഒ എ. കാരണം ഈ ഒരു ഓപ്പൺ സെറ്റ് എനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് ഞാൻ ഒ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓപ്പൺ സെറ്റ് ഒ എ സച്ച് ദാറ്റ് ഡബ്ല്യു എന്താ പറഞ്ഞാൽ എ ബിലോങ്സ് ടു ഡബ്ല്യു ആൻഡ് ഡബ്ല്യു ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ യു. അപ്പോൾ എ ബിലോങ്സ് ടു ഒ എ ആൻഡ് ഒ എ ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എക്സ് മൈനസ് ബി. അപ്പോൾ ഇങ്ങനൊരു ഒ എ എന്ന് പറയുന്നൊരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഞാൻ പറഞ്ഞു എ ബിലോങ്സ് ടു എ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എ കണ്ടെയ്ൻഡ് ഇൻ എക്സ് മൈനസ് ബി ആയതുകൊണ്ട് എക്സ് മൈനസ് ബി ഈസ് എൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എ എന്ന് വന്നു. സോ ഇതുപോലെ ഞാൻ ഈ ഒരു ക്ലോസ്ഡ് സെറ്റ് എയിൽ നിന്ന് ഏത് പോയിന്റ് എടുത്താലും ഏതൊരു പോയിന്റ് എടുത്താലും എനിക്ക് ഇത്തരത്തിൽ എ ലിസ്റ്റ് ഓഫ് ഓപ്പൺ സെറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കളക്ഷൻ എടുത്തു, collection of OAs where A belongs to A. ഈ ഒ എയുടെ പ്രോപ്പർട്ടി എന്താണ്, ഒ എനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഒ എ ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ എക്സ് മൈനസ് ബി ആണ്. അതായത് ഒ എ ക്ലോഷർ എക്സ് മൈനസ് ബിയിലുണ്ടെങ്കിൽ ഇതിലുള്ള ഒരു പോയിന്റ് എവിടെ വരത്തില്ല, ബിയിൽ വരത്തില്ല. സോ ഒ എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 5. അപ്പോൾ എന്താണ്, എ ബിലോങ്സ് ടു ഒ എ ആൻഡ് ഒ എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 5. ഫോർ എനി എ ഇൻ എ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്പൺ സെറ്റ് കിട്ടും. അപ്പോൾ ഈ കളക്ഷൻ ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒ എയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഒ എസിൻ്റെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ എന്ത് പ്രോപ്പർട്ടി വരും, ഒ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് എ ബിലോങ്സ് ടു എ, ഒ എ എന്ന് വരും. അതായത് ദിസ് സിംപ്ലൈസ് the collection of OA where A belongs to A is an open cover of what, A ആണ്. A എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു ഓപ്പൺ കവർ ആയിരിക്കും. കാരണം എന്താണ്, this is a collection of open sets and A is contained in the union of all these OAs. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്പൺ കവറായി തീർന്നു. ഇനി ഞാനിപ്പോൾ A ഫിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആണ് ആൻഡ് എ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും, ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എക്സ് മൈനസ് എ എന്ന് കിട്ടും ആൻഡ് എക്സ് മൈനസ് എ ഈസ് ഓപ്പൺ എന്ന് കിട്ടും. ആൻഡ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇവിടെയും അപ്ലൈ ചെയ്യാം. ബിയിലുള്ള ഓരോ പോയിന്റിനും അപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എന്താണ്, എനദർ ഫാമിലി കിട്ടും അല്ലേ. ഒരു കാര്യം കൂടെ പറയുന്നു, ഞാനിവിടെ ഒ എയുടെ കളക്ഷൻ പറഞ്ഞില്ലേ, അതിനെ ഞാൻ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എയുടെ ഒരു ഓപ്പൺ കവറായ ഈ ഒരു എ കിട്ടിയത്, ഈ ഒരു ഫാമിലി ഓഫ് സെറ്റ്സ് എ കിട്ടിയതുപോലെ, ഈ ഒരു ഓപ്പൺ കവർ എ കിട്ടിയതുപോലെ നമ്മൾക്ക് ബി ക്ലോസ് സെറ്റ് ബി കൺസിഡർ ചെയ്യുമ്പോൾ
ബിക്കും ഇതുപോലൊരു ഓപ്പൺ കവർ ബി നമ്മൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ക്ലോസ്ഡ് സെറ്റ് എക്ക് ഈ ഒരു ഓപ്പൺ കവർ എങ്ങനെയാണോ കൺസ്ട്രക്റ്റ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ നമ്മൾക്ക് ബിക്കും ഇത്തരത്തിലൊരു ഓപ്പൺ കവർ ബി കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, എനിക്കിപ്പോൾ എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റ് എയുടെ ഓപ്പൺ കവറാണ്, ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റ് ബിയുടെ ഓപ്പൺ കവറാണ്. ഇനി എക്സിൽ എയും ബിയും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ പോയിൻറ്റ്സാണ്, ഏത് സെറ്റിലുള്ള പോയിൻറ്റ്സാണ് വരുന്നത്? എക്സ് മൈനസ് എ യൂണിയൻ ബി. അപ്പോൾ നോക്കിക്കേ, എക്സ് ഇത് എ, ഇത് ബി. എയിലുള്ള പോയിൻറ്റ്സിനെ നമ്മൾക്ക് ഒ എയിലുള്ള ഓപ്പൺ സെറ്റ്സിൻ്റെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ബീനെ നമ്മൾക്ക് എന്താണ്, ഈ ഓപ്പൺ കവർ ബിയിലുള്ള എലമെൻറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സ് മൈനസ് എ യൂണിയൻ ബി കൂടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എയിലുള്ള എലമെൻറ്റ്സ് മൊത്തം ലിസ്റ്റ് ചെയ്യുക, ബിയിലുള്ള എലമെൻറ്റ്സ് മൊത്തം ലിസ്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ എക്സ് മൈനസ് എ യൂണിയൻ ബി കൂടെ എഴുതി കഴിഞ്ഞാൽ ഇതിലുള്ള എലമെൻറ്റ്സ് മൊത്തം എനെ കവർ ചെയ്യുന്നുണ്ട്, ഇതിലുള്ള എലമെൻറ്റ്സ് മൊത്തം ബീനെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു എലമെൻറ്റ് എക്സ് മൈനസ് എ യൂണിയൻ ബി, അതായത് ഈ കോംപ്ലിമെൻറ്റ് എയിലും ബിയിലെയും അല്ലാതെയുള്ള ഈ പോയിൻറ്റ്സിന് മൊത്തം ഈ ഒരൊറ്റ സെറ്റും കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എ യൂണിയൻ ബി യൂണിയൻ എക്സ് മൈനസ് സിംഗിൾട്ടൺ സെറ്റ് എക്സ് മൈനസ് എ യൂണിയൻ ബി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി തീരും? ദ ഹോൾ സ്പേസ് എക്സിൻ്റെ ഒരു ഓപ്പൺ കവറായിരിക്കും അല്ലേ? കാരണം എന്താണ്? എയും ബിയും ക്ലോസ്ഡ് സെറ്റാണ്, അതുകൊണ്ട് എ യൂണിയൻ ബി ക്ലോസ്ഡ് സെറ്റാണ്. സോ എക്സ് മൈനസ് എ യൂണിയൻ ബി ഓപ്പൺ ആണ്, അതായത് ഈ ഒരു എലമെൻറ്റ് ഓപ്പൺ ആണ്. സോ ഞാൻ ഈ മൊത്തം കളക്ഷൻ എയിലുള്ള എലമെൻറ്റ്സിനെയും ബിയിലുള്ള എലമെൻറ്റ്സിനെയും അതിൻ്റെ കൂടെ ഈ ഒരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്പൺ സെറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള ഈ ഒരു കളക്ഷൻ എനിക്ക് ഹോൾ സെറ്റ് എക്സിൻ്റെ ഓപ്പൺ കവറായിരിക്കും. അങ്ങനെയാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനെ കവർ ചെയ്യുന്ന എലമെൻറ്റ്സ് മൊത്തം ഈ ഓപ്പൺ കവർ എയിലുണ്ട്, ക്ലോസ്ഡ് സെറ്റ് ബീനെ കവർ ചെയ്യുന്ന എലമെൻറ്റ്സ് മൊത്തം ബിയിലുണ്ട്. പിന്നെ ഈ നമ്മൾക്ക് റിമൈനിങ് പാർട്സ് ഏതാ വരുന്നത്? എയിലെയും ബിയിലെയും അല്ലാതെയുള്ള പോയിൻറ്റ്സ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ കവർ ചെയ്യാൻ എനിക്ക് ഈ ഒരൊറ്റ സിംഗിൾ എലമെൻ്റ് എടുത്താൽ മതി അല്ലേ? ഇപ്പം ഞാൻ എയുടെയും ബിയുടെയും കൺസ്ട്രക്ഷൻ പറഞ്ഞു, ഇത് എക്സിൻ്റെ ഓപ്പൺ കവർ ആവുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. സോ നമ്മൾക്ക് പ്രൂഫ് ഒന്ന് കറക്റ്റ് എഴുതി നോക്കാം എന്തൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. So for each A in A there is an open set OA whose closure does not intersect ബി അല്ലേ? നമ്മൾ പറഞ്ഞു ഒ എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? 5 ആണ്. ലെറ്റ് എ ബി the collection of all such open sets. അതായത് ഈ ഒ എയുടെ മൊത്തം കളക്ഷനാണ് എ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. then it will be an open cover for A. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? by the same argument there is also an open cover
B of B by open sets whose closure does not intersect whose closure does not intersect A. നമ്മൾ ഈ ഓപ്പൺ കവർ എ എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾക്കൊരു ഓപ്പൺ കവർ ബി ഫോർ ബി കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. എയിലുള്ള എലമെൻറ്റ്സ് എങ്ങനെയായിരുന്നു? എയിലുള്ള എലമെൻറ്റ്സ് എന്താണ്? വിച്ച് ഡസ് നോട്ട് ഇൻ്റർസെക്റ്റ് വിത്ത് ബി ആയിരുന്നു. അപ്പോൾ ഓപ്പൺ കവർ ബിയിലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? ഹൂസ് ക്ലോഷർ ഡസ് നോട്ട് ഇൻ്റർസെക്റ്റ് വിത്ത് എ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതൊന്ന് ഓർഡറിൽ എഴുതി എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ദെൻ എ യൂണിയൻ ബി യൂണിയൻ സിംഗിൾട്ടൺ എക്സ് മൈനസ് എ യൂണിയൻ ബി. ഇതെന്താണ്? ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ യൂണിയൻ എടുത്തു. എയും ബിയും ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് എ യൂണിയൻ ബി ക്ലോസ്ഡ് സെറ്റാണ്. സോ ദെയർ കോംപ്ലിമെൻറ്റ് എക്സ് മൈനസ് എ യൂണിയൻ ബി ഈസ് ഓപ്പൺ. അപ്പോൾ ഈ രണ്ട് ഓപ്പൺ കവേഴ്സിൻ്റെ കൂടെ ഇതുകൂടി ചേർത്തപ്പോൾ നമ്മൾക്ക് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എ ബി ആൻഡ് ദിസ് ടുഗദർ വിത്ത് ദിസ് സെറ്റ് എന്ന് കിട്ടി. സോ ദിസ് ഈസ് an open cover of X. ഇനി നമ്മൾ അസ്യൂം ചെയ്തു എക്സ് ലിൻൽ ഓഫ് സ്പേസ് ആണെന്ന്. ഇപ്പം നോക്കിക്കേ, ക്ലോസ്ഡ് സെറ്റ് എനെ കവർ ചെയ്യുന്ന എന്തുണ്ട്? ക്ലോസ്ഡ് സെറ്റ് എനെ കവർ ചെയ്യുന്ന ഓപ്പൺ കവർ എ ഉണ്ട്. ക്ലോസ്ഡ് സെറ്റ് ബിനെ കവർ ചെയ്യുന്ന ഓപ്പൺ കവർ ബിയുമുണ്ട്. ആൻഡ് എയുടെയും, ഇപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് ആണെന്ന് കരുതുക, ബി എന്ന് പറയുന്നത് ഈ ഒരു ബോക്സും. അപ്പോൾ എ പിന്നെ വരുന്ന പാർട്ട് ഏതാണ്? ഈ എക്സ്റ്റീരിയർ പാർട്ടല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എന്തായിരുന്നു എടുത്തത്? എക്സ് മൈനസ് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ്, അതായത് എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും അല്ലാതെയുള്ള മൊത്തം പോയിൻറ്റ്സ്. അപ്പോൾ എയുടെ പോയിൻറ്റ്സും ഓപ്പൺ കവർ എയുടെ പോയിൻറ്റ്സും ഓപ്പൺ കവർ ബിയുടെ പോയിൻറ്റ്സും ഇതും കൂടി ചേർന്നപ്പോഴാണ് എക്സിൻ്റെ ഓപ്പൺ കവർ ആയത്. ഓക്കെ, ഇനി ഈ സ്പേസ് ലിൻൽ ഓഫ് സ്പേസ് ആയതുകൊണ്ട് ഈ ഒരു ഓപ്പൺ കവറിന് എന്താണ്? കൗണ്ടബിൾ സബ് കവർ ഉണ്ടായിരിക്കും. എക്സിനെ കവർ ചെയ്യുന്ന ഒരു കൗണ്ടബിൾ സബ് കവർ ഉണ്ടായിരിക്കും. അതിലേതെല്ലാം എലമെൻറ്റ്സ് ആയിരിക്കും വരാൻ ചാൻസ്? എന്തായാലും എക്സ് മൈനസ് എ യൂണിയൻ ബി ഉണ്ടായിരിക്കും എന്ന് കരുതാം അല്ലേ. എങ്ങനെ തന്നെയായാലും അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പോയിൻറ്റ്സ്. എങ്ങനെ തന്നെയായാലും എന്താണ്? എയിലുള്ള കൗണ്ടബിൾ പോയിൻറ്റ്സും ബിയിലുള്ള കൗണ്ടബിൾ പോയിൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കണം? എലമെൻറ്റ്സ് എവിടെ ഉണ്ടായിരിക്കണം? ആ ഒരു സബ് കവറിലുണ്ടായിരിക്കണം അല്ലേ. കാരണം ക്ലോസ്ഡ് സെറ്റ് എനെ കവർ ചെയ്യാൻ ഓപ്പൺ കവർ എയിലുള്ള എലമെൻറ്റ്സ് തന്നെ വേണം. ക്ലോസ്ഡ് സെറ്റ് ബിനെ കവർ ചെയ്യാൻ ഓപ്പൺ കവർ ബിയിലുള്ള എലമെൻറ്റ്സ് തന്നെ വേണം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ സബ് കവറിൽ എന്താണ്? എ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഓപ്പൺ കവർ എയും എ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഓപ്പൺ കവർ ബിയും എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എയിൽ നിന്നുള്ള ആ ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു: യു എൻ, വേർ എൻ ഇസ് ഈക്വൽ ടു 1 to infinity. ആൻഡ് ബിയിലുള്ള ആ ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സിന് ഞാൻ വി എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. വി എൻ, വേർ എൻ ഇസ് ഈക്വൽ ടു 1 to infinity. എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് ഈ ഒരു കളക്ഷൻ ഓപ്പൺ കവർ ഫോർ എക്സ് ആണ്. എക്സ് ലിൻൽ ഓഫ് സ്പേസ് ആയതുകൊണ്ട് ഈ ഓപ്പൺ കവറിന് ഒരു കൗണ്ടബിൾ സബ് കവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കൗണ്ടബിൾ സബ് കവറിൽ എന്തായാലും എയിലുള്ളൊരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സും ബിയിലുള്ളൊരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സും ഉണ്ടായിരിക്കണം, എന്തായാലും ഉണ്ടായിരിക്കണം. സോ ആ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് ഞാനിങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ് ഈ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻസിൻ്റെ യൂണിയൻ എന്താണ്? എനെ കവർ ചെയ്യും, ഈ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബിനെയും കവർ ചെയ്യും. സോ ഈ പറഞ്ഞ കാര്യം കൂടെ എഴുതുകയാണേ. സിൻസ് എക്സ് ഈസ് len of space, this open cover has a countable subcover. Thus there are countable sequences un where n is equal to 1 to infinity and vn where n is equal to 1 to infinity of open sets such that A is contained in the union n is equal to 1 to infinity un and B is contained in the union n is equal to 1 to infinity vn. And one more condition എന്താണ്? ഈ യുഎൻസ് എല്ലാം എവിടെ നിന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഓപ്പൺ കവർ എയിൽ നിന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എയിലുള്ള എലമെൻസിൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒ എസ് ആണെന്നാണ് നമ്മൾ ആദ്യം ഡിനോട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ഒ എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ആയിരുന്നു. അപ്പോൾ ഇതിൽ തന്നെയുള്ള എലമെൻസിനെയാണ് നമ്മൾ റീനെയിം ചെയ്തിട്ട് യു എൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യു എൻ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു 5. അതുപോലെ തന്നെ വി എൻസ് എല്ലാം എവിടെയുള്ള എലമെൻറ്റ്സ് ആണ്? ദീസ് ആർ ദ എലമെൻറ്റ്സ് ഇൻ ബി. ബിയിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ദ ക്ലോഷർ ഓഫ് ദോസ് എലമെൻറ്റ്സ് ഇൻ്റർസെക്ഷൻ എ ഇസ് എം ടി ആയിരിക്കും. അപ്പോൾ വി എൻ ക്ലോഷർ ഇൻ്റർസെക്ഷൻ എ ഇസ് എം ടി. ഓക്കെ, സോ and un closure intersection b is equal to 5, vn closure intersection a is equal to 5. ഓക്കെ, ഇനി ഞാനൊരു ന്യൂ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണേ. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ് കൺസിഡർ ചെയ്തു, എ കൺസിഡർ ചെയ്തു, ബി കൺസിഡർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്കൊരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. യു എൻസ് ആണ് അങ്ങനെ നമ്മളതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഓരോ എലമെൻറ്റ്സിനെയും യു എൻ. ഇതുപോലെ ബീനെ നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റും, ഓപ്പൺ കവർ ബൈ യൂസിങ് ദ കൗണ്ടബിൾ എലമെൻറ്റ്സ് വി എൻസ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താണ്? വി എൻ ക്ലോഷർ ഇൻ്റർസെക്ഷൻ എ, അതായത് വി എൻ ക്ലോഷർ എയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് യു എൻ ക്ലോഷർ എന്താണ്? ബിയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾക്ക് എന്തിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്? ഈ യു എൻസ് എങ്ങനെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ, ഇങ്ങനെ സെപ്പറേറ്റ് ആയി തന്നെ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു എലമെൻറ്റ് ഇത്രയും ഇങ്ങനെ വന്നിട്ട് ഇതിലുള്ളൊരു എലമെൻറ്റുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ഓപ്പൺ കവറിൽ വരുന്ന ഒരു എലമെൻറ്റുമായിട്ട്, അല്ലേ? അതായത് വി എൻ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ സം യു എം ക്ലോഷറായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ യു എമ്മുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ യു എൻ എന്താണ്? സം വി എംസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഓപ്പൺ കവറിലുള്ള എലമെൻസിന്. അപ്പം ഞാനൊരു ന്യൂ സെറ്റ് ഡിഫൈൻ ചെയ്യുവാണേ. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഫോർ ഈച്ച് പോസിറ്റീവ് ഇൻഡിജർ let un dash is equal to un minus union I is equal to 1 to n vi closure. എന്താണ്? ഇപ്പോൾ ഞാൻ n is equal to 1 എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും?
U1 ക്ലോഷർ എന്ന് പറയുന്നത് U1 മൈനസ് V1 ക്ലോഷർ ആയിരിക്കും. U1 ക്ലോഷർ അല്ലേ, U1 ഡാഷ്. U2 ഡാഷ് എന്ന് പറയുന്ന സെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? U2 മൈനസ് V1 ക്ലോഷർ യൂണിയൻ V2 ക്ലോഷർ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയിട്ട് UN ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? UN മൈനസ് V1 ക്ലോഷർ യൂണിയൻ V2 ക്ലോഷർ എക്സെട്ര എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്നില്ല UM, അതായത് UN എടുക്കാം, ഇത് VM. അപ്പോൾ UN VM ക്ലോഷറായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് അങ്ങ് റിമൂവ് ചെയ്യുക. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ UNസിൽ നിന്ന് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റിനെയാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ റീനെയിം ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് V ഡാഷും ഡിഫൈൻ ചെയ്യാൻ പറ്റും. For each positive integer n, let UN dash is equal to UN minus union I is equal to 1 to n VI closure, and VN dash is equal to VN minus union I is equal to 1 to n UI closure. നമ്മൾ UNസിൽ നിന്ന് ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന VI ക്ലോഷേഴ്സുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് റിമൂവ് ചെയ്യുന്നു. ഇതുപോലെ VNൽ നിന്നും നമ്മളിതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, നൗ VN ഡാഷും UN ഡാഷും ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോർ എനി n and m, for any positive integer n and m, UN dash intersection VM dash is equal to empty ആയിരിക്കും. കാരണം നോക്കുക, ഡെഫിനിഷനിൽ തന്നെ നോക്കുക, ഡെഫിനിഷൻ പ്രകാരം തന്നെ നമ്മൾക്ക് ഈ UN ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? UN, ഇപ്പോൾ സപ്പോസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആണെന്ന് കരുതുക. ഓക്കെ, n m വരുന്നുണ്ട്, അതിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറയുന്ന കേസ് എടുക്കാം. അപ്പോൾ UN ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? UN മൈനസ് യൂണിയൻ I is equal to 1 to n VI ക്ലോഷറാണ് വരുന്നത്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആയതുകൊണ്ട് ഈ യൂണിയനിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും VM ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ UNൽ നിന്ന് ആ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യുമ്പോൾ UNൽ നിന്ന് നമ്മൾ എന്തിനെ റിമൂവ് ചെയ്യുന്നു? VM ഡാഷിലുള്ള എലമെൻറ്റ്സിനെ ക്ലോഷറിലുള്ള എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യുന്നു. നമ്മൾക്കറിയാം VM കണ്ടെയ്ൻഡ് ഇൻ VM ക്ലോഷറാണ് അല്ലേ? ഏത് സെറ്റ് A എടുത്താലും ആ സെറ്റ് അതിൻ്റെ ക്ലോഷറിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി പ്രകാരം VM ക്ലോഷറിൽ കണ്ടെയ്ൻഡ് ആണ്. സോ നമ്മൾക്ക് ഈ UN ഡാഷ് കൺസിഡർ ചെയ്യുമ്പോൾ ബൈ ദ ഡെഫിനിഷൻ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? UNൽ നിന്ന് VM ക്ലോഷറിലുള്ള എലമെൻറ്റ്സിനെയാണ് റിമൂവ് ചെയ്യുന്നത്. സോ VMലുള്ള എലമെൻറ്റ്സ് തന്നെ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് VMലുള്ള ഒരു എലമെൻറ്റ് പോലും എവിടെ വരുന്നില്ല? ഈ ഒരു UN ഡാഷിൽ വരുന്നില്ല. പക്ഷേ നമ്മൾ VM ഡാഷ് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, VM മൈനസ് എന്താണ് വരുന്നത്? മൈനസ് യൂണിയൻ I is equal to 1 to m UI ക്ലോഷറാണ് വരുന്നത്. അതായത് VM ഡാഷിൽ VMലുള്ള പോയിൻറ്റ്സ് ഇങ്ങനെ ഇത് റിമൂവ് ചെയ്യുന്നതാണ്, എങ്കിലും VM ഡാഷിലുള്ള പോയിൻറ്റ്സ് എല്ലാം VMലുള്ള പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സ് ഒന്നും തന്നെ UN ഡാഷിൽ വരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ UN ഡാഷ് ഇൻ്റർസെക്ഷൻ VM ഡാഷ് എന്താണ്? വിച്ച് ഈസ് empty. ഇനി m സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ നമ്മൾക്ക് തിരിച്ചെടുത്തിട്ട് ഇതേ കാര്യം പറയാൻ പറ്റും. എങ്ങനെ? VM ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? VM മൈനസ് യൂണിയൻ I is equal to 1 to m UI ക്ലോഷറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ VM ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? VMലുള്ള പോയിൻറ്റ്സ് ആണ്, പക്ഷേ അതിൽ നിന്ന് ഈ യൂണിയനിലുള്ള എല്ലാ പോയിൻറ്റ്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. m സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ n ആയതുകൊണ്ട് ഈ ലിസ്റ്റിൽ UN ക്ലോഷർ ഒരു എലമെൻ്റ് ആയിരിക്കും. സോ UN ക്ലോഷറിലുള്ള എല്ലാ എലമെൻറ്റ്സും VMൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് UN ക്ലോഷർ കണ്ടെയ്ൻസ് UN ആണ്. സോ നമുക്ക് UNലുള്ള ഒരു പോയിൻ്റ് പോലും ഈ കളക്ഷനിൽ വരത്തില്ല അല്ലേ? സോ അതുകൊണ്ട്
ആൻഡ് യു എൻ ഡാഷ് എന്താ വരിക? യു എൻ ഡാഷ് ഈസ് ഈക്വൽ ടു യു എൻ മൈനസ് സം യൂണിയൻ ആണ് വരുന്നത്. അതെന്ത് തന്നെയായാലും യു എന്നിലുള്ള പോയിൻറ്റ്സ് തന്നെയാണ് യു എൻ ഡാഷിൽ വരുന്നത്. ആൻഡ് ഈ പോയിൻറ്റ്സ് ഒന്നും വി എം ഡാഷിലില്ല. സോ നമ്മൾക്ക് എന്താണ് വി എം ഡാഷ് ഇൻ്റർസെക്ഷൻ യു എൻ ഡാഷ് ഇസ് ഈക്വൽ ടു എം ടി. രണ്ട് കേസായാലും എൻ ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയാലും എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എമ്മും എം സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ആയാലും നമ്മൾക്ക് എന്താണ് ഈ ഒരു ഇൻ്റർസെക്ഷൻ എം ടി ആണ് വരുന്നത്. ഓക്കെ, നൗ consider യു എൻ ഡാഷ്. ഇപ്പോൾ യു എൻ ഡാഷും വി എം ഡാഷും കോമൺ പോയിൻറ്റ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഏത് എൻ ആയാലും ഏത് എം ആയാലും കോമൺ പോയിൻറ്റ്സ് ഒന്നുമില്ല. അതായത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണ്? ഓക്കെ, അത് പിന്നെ പറയാം. സോ അങ്ങോട്ടൊന്നും അത് നമുക്ക് അറ്റ് ലാസ്റ്റ് പറയാവേ. ഇപ്പോൾ യു എൻ ഡാഷും വി എം ഡാഷും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണ് എന്നത് ഉറപ്പിച്ചതിന് ശേഷം ബാക്കി പ്രൂഫിലോട്ട് വരാം. യു എൻ ഡാഷ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് യു എൻ മൈനസ് യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ക്ലോഷർ എന്നാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. നമ്മൾക്കറിയാം ഏത് സെറ്റായാലും എ ക്ലോഷർ എന്താണ്? ക്ലോസ്ഡ് ആണ്. സോ അത് പ്രകാരം നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന V1 ക്ലോഷർ, V2 ക്ലോഷർ, V3 ക്ലോഷർ എക്സെട്ര VN ക്ലോഷർ, ഇതെല്ലാം ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? ക്ലോസ്ഡ് സെറ്റായിരിക്കും. അതായത് ഈ എഴുതിയിരിക്കുന്നത് ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ നമ്മൾക്കൊരു ഓപ്പൺ സെറ്റിൽ നിന്ന് ക്ലോസ്ഡ് സെറ്റ് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? എഗെയിൻ എൻ ഓപ്പൺ സെറ്റാണ്. കാരണം നമ്മൾക്കറിയാം എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് ഈക്വലാണ്. അപ്പോൾ അതുപോലെ ദിസ് ഇസ് ഈക്വൽ ടു യു എൻ ഇൻ്റർസെക്ഷൻ ദ കോംപ്ലിമെൻറ്റ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ക്ലോഷർ എന്ന് വരും അല്ലേ? അപ്പോൾ ഈ യൂണിയൻ ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്റായ ഈ സെറ്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ആൻഡ് യു എന്നും ഓപ്പൺ ആണ്. സോ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഓപ്പൺ സെറ്റ്സ് എന്താണ്? ഓപ്പൺ ആണ്. സോ യു എൻ ഡാഷും വി എം ഡാഷും എല്ലാം തന്നെ ഓപ്പൺ സെറ്റ്സ് ആണെന്ന് കിട്ടി. സോ യു എൻ ഡാഷസ് ആൻഡ് വി എം ഡാഷസ് ആർ ഓപ്പൺ സെറ്റ്സ്. ഓക്കെ, now let u is equal to, again ഞാൻ ഒരു ന്യൂ സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. u എന്ന് പറയുന്നത് യൂണിയൻ n is equal to 1 to infinity u n dash ആൻഡ് v എന്ന് പറയുന്നത് യൂണിയൻ n is equal to 1 to infinity v n dash. അത് ഈ യു എൻ ഡാഷസും വി എം ഡാഷസും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ യു എൻ ഡാഷിൻ്റെ മൊത്തത്തിലുള്ള യൂണിയന് യു എന്നും വി എൻ ഡാഷസിൻ്റെ മൊത്തത്തിലുള്ള യൂണിയന് വി എന്നും ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ യു എൻ ഡാഷസും വി എം ഡാഷസും ഓപ്പൺ സെറ്റ്സ് ആയതുകൊണ്ട് ഈ യൂണിയനും ഓപ്പൺ സെറ്റ്സ് ആണ്. സോ യുവും വിയും ഓപ്പൺ സെറ്റ്സ് ആണ്. അപ്പോൾ ഈ യു എൻ വി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇവിടെ ഡ്രോ ചെയ്ത് കാണിച്ചിട്ടില്ലായിരുന്നോ? ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യപ്പെടുന്ന പാർട്ടുകളുണ്ടല്ലോ അതെല്ലാം അങ്ങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത മൊത്തത്തിലുള്ള യു ഐസിൻ്റെ, അതായത് മൊത്തത്തിൽ നമ്മൾ യു ഐസിൻ്റെ യൂണിയനാണ് ഈ പച്ചയും ഈ ഒരു പാർട്ടുമായിട്ട് വരുന്നത്. ആൻഡ് വി ഐസിൻ്റെ യൂണിയനാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ഈ ഞാനിങ്ങനെ കോറി വരച്ചിട്ടിരിക്കുന്നതില്ലാത്ത ഈ ഒരു പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം യൂണിയൻ എടുത്താൽ കിട്ടുന്ന ഈ മൊത്തത്തിലുള്ള ഈ പാർട്ട് അതിനെയാണ് നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ വി എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, യു ഇൻ്റർസെക്ഷൻ വി എന്താണ്? എം ടി ആണ്. അതല്ലാതെ തിയററ്റിക്കലി നമ്മൾക്ക് പറയാൻ പറ്റും യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നത് എം ടി ആണ്. സോ യുവും വിയും ഓപ്പൺ സെറ്റ്സ് ആണെന്ന് നമ്മൾക്ക് കിട്ടി. ഇനി യു ഇൻ്റർസെക്ഷൻ വി എന്താണെന്ന് നോക്കിക്കേ. യു ഇൻ്റർസെക്ഷൻ വി ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to infinity യു എൻ ഡാഷ് ഇൻ്റർസെക്ഷൻ യൂണിയൻ എൻ ഇസ് ഈക്വൽ ഇവിടെ എൻ ആണ്, n is equal to 1 to infinity v n dash ആണ് വരുന്നത് അല്ലേ?
സോ ആക്ച്വലി നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, യു എൻ ഡാഷസും വി എൻ ഡാഷസും ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. നമ്മൾക്കറിയാം യു ഫോർ എനി എൻ ആൻഡ് എം യു എൻ ഡാഷ് ഇൻ്റർസെക്ഷൻ വി എം ഡാഷ് എന്താണ്, എം ടി ആണ്. അപ്പോൾ ഇതിൻ്റെയും ഇൻ്റർസെക്ഷൻസ് എല്ലാം എം ടി ആയതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള യൂണിയൻ എന്തായി തീരും, ദിസ് വിൽ ബി എം ടി. സോ യുവും വിയും ഓപ്പൺ സെറ്റ്സ് ആണ്, ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് ആണെന്ന് ഇപ്പോൾ കിട്ടി. ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എ കണ്ടെയ്ൻഡ് ഇൻ യു എന്നും ബി കണ്ടെയ്ൻഡ് ഇൻ വി എന്നും പ്രൂവ് ചെയ്യും. ദെൻ നമ്മൾക്ക് എന്താണ്, ദീസ് ആർ ദ ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് വിച്ച് സെപ്പറേറ്റിംഗ് ദീസ് ക്ലോസ്ഡ് സെറ്റ്. ഇപ്പോൾ എയും ബിയും ആർബിട്രേറ്റ് ചൂസ് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് ഏത് രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ രണ്ട് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ദ സ്പേസ് ഈസ് നോർമൽ. ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നത്. ഇനി എ കണ്ടെയ്ൻഡ് ഇൻ യു എന്നും ബി കണ്ടെയ്ൻഡ് ഇൻ വി എന്നും മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഇനി നോക്കുക, നമ്മൾക്ക് ഒന്നുകൂടെ യുവിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എടുത്തെഴുതാം. യു ഇസ് ഈക്വൽ ടു യൂണിയൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity യു എൻ ഡാഷ് ആണ്. ആൻഡ് യു എൻ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ദ യു എൻ മൈനസ് വി ഐ യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ക്ലോഷർ ആണ്. ഓക്കെ, അതായത് ഇനി ഈ വി ഐ ക്ലോഷർ എന്താണ്, വിച്ച് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എം ടി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ യൂണിയനിലൊന്നും തന്നെ എയുടെ പോയിൻറ്റ്സ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് യു എൻസിൽ നിന്ന് ഈ എലമെൻറ്റ്സ് റിമൂവ് ചെയ്യുമ്പോൾ, ഈ യൂണിയനിലുള്ള എലമെൻറ്റ്സ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്, എയിലുള്ള ഒരു പോയിൻ്റ് പോലും റിമൂവ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതിലും എന്തുണ്ടായിരിക്കും, എ മൊത്തത്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ക്ലിയർ ആണോ? ഞാൻ യു എൻ ഡാഷ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, യു എൻ മൈനസ് യൂണിയൻ ഓഫ് ദീസ് ക്ലോഷേഴ്സ് ആണ് അല്ലേ. ഇനി വി ഐ ക്ലോഷർ ഇൻ്റർസെക്ഷൻ എ എം ടി ആയതുകൊണ്ട് വി ഐ ക്ലോഷറിലൊന്നും എയിലുള്ള പോയിൻറ്റ്സ് വരുന്നില്ല. അപ്പോൾ ഈ യൂണിയനിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ്, എയിലുള്ള ഒരു പോയിൻ്റ് പോലും വരുന്നില്ല. സോ യു എന്നിൽ നിന്ന് നമ്മൾ ഈ യൂണിയൻ റിമൂവ് ചെയ്യുമ്പോൾ, ഈ യൂണിയനിലുള്ള പോയിൻറ്റ്സ് റിമൂവ് ചെയ്യുമ്പോൾ എയിലുള്ള പോയിൻറ്റ്സ് റിമൂവ് ചെയ്യപ്പെടുന്നില്ല. സോ യു എൻ ഡാഷസിലെല്ലാം തന്നെ യു എന്നിൽ ഏതെല്ലാം എയിലുള്ള പോയിൻറ്റ്സ് ഉണ്ടോ അതെല്ലാം യു എൻ ഡാഷിൽ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് യു എൻ ഡാഷിൻ്റെ മൊത്തത്തിലുള്ള ഈ പോയിൻറ്റ്സ് യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് യു കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇൻ ദ സെയിം വേ നമ്മൾക്ക് എന്താണ്, ബി ഇൻ്റർസെക്ഷൻ യു ഐ ക്ലോഷർ എന്ന് പറയുന്നത് എം ടി ആണ്. ആൻഡ് വി എൻ ഡാഷ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, വി എൻ മൈനസ് യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു 1 to n യു ഐ ക്ലോഷർ എന്നും. ആൻഡ് വി ഇസ് ദ യൂണിയൻ ഓഫ് ഓൾ ദീസ് വി എൻ ഡാഷസും ആണ് അല്ലേ. സോ നമ്മളിവിടെ എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ബി കണ്ടെയ്ൻഡ് ഇൻ വി എന്നും കിട്ടും. എ കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ബി കണ്ടെയ്ൻഡ് ഇൻ ബി എന്നും കിട്ടും. സോ ദീസ് ആർ ടു ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് വിച്ച് കണ്ടെയ്നിങ് എ ആൻഡ് ബി സെപ്പറേറ്റ്ലി. So this space is normal. Okay.